മേഘന മേഘന കൊച്ചി കറിഞ്ഞപ്പോ മേഘന പോയി. പിന്നെ എങ്ങനെ പോകുന്നു ഭക്തപ്രിയ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാണ്ട് പോണം. ഇനിയൊരു ഡിഗ്രി എടുക്കണമെന്ന് ഇപ്പൊ ഒരു പ്ലാൻ ഉണ്ട്. ഡിഗ്രി എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഏത് ഡിഗ്രിയാണ് ഉദ്ദേശിക്കണേ? സൈക്കോളജി. ഓ, ഞങ്ങൾ ബോർഡ് കാണേണ്ടി വരുമോ? ഡോക്ടർ ഭക്തപ്രിയ മനഃശാസ്ത്ര വിദഗ്ധ എന്ന് പറഞ്ഞിട്ട്? അല്ല, എനിക്കൊരു ഡൗട്ട്. എനിക്ക് SI ആവാനാ ഇഷ്ടം. അപ്പൊ നമ്മൾ ഏത് കോഴ്സ് എടുക്കണം? സബ് ഇൻസ്പെക്ടർ ഇല്ലേ സാർ? സബ് ഇൻസ്പെക്ടർ ആവാനായിട്ട് ഏത് കോഴ്സ് എടുക്കണം? അതിന് അങ്ങനെ ഇന്ന കോഴ്സ് ഒന്നുമില്ല, ഡിഗ്രി പാസ്സായാൽ മതി. എനി ഡിഗ്രിയാണ് അവർ ചോദിക്കുക, എനി ഡിഗ്രി. പിന്നെ 8 ഐറ്റം അവർ തരും. ആ 8 ഐറ്റത്തില് 5 ഐറ്റം ഫിസിക്കലി പാസ്സാണ്. ഓട്ടം ചാട്ടം അതൊക്കെയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബിൽ ഫിസിക്കൽ ടെസ്റ്റ് ഐറ്റംസ് ഓഫ് കേരള പോലീസ് ഇതുപോലെ അടിച്ചു കൊടുത്താൽ അതിന് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും. ഓട്ടം എത്ര മീറ്റർ, എത്ര സമയം, ചിന്നിങ് എത്ര, ഓട്ടം ഉണ്ട്. ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്, എനിക്ക് പറയാനുണ്ട്. ഓട്ടം ഉണ്ട്, പിന്നെ 2 ജമ്പ്, ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, പിന്നെ ലോങ് റേസ് 400 മീറ്റർ ആയിട്ട് തോന്നണം ഒരു ഓട്ടം ഉണ്ട്, പിന്നെ ഷോർട്ട് പുട്ട് ഉണ്ട്. അടുത്തത് ക്രിക്കറ്റ് ബോൾ ത്രോ ഉണ്ട്, ക്രിക്കറ്റ് ബോൾ എറിയുക, ഒന്നിച്ച് ദൂരത്തെ അപ്പുറത്തേക്ക് എഴുതുക. പിന്നെ ജാവലിൻ ഉണ്ട്, ജാവലിൻ ത്രോ. പിന്നെ ചിന്നിങ് ഉണ്ട്. ഒരു സംഭവം 4 കിലോന്റെ ഒരു സംഭവം പൊക്കി എറിയണോന്നുള്ളതുണ്ടല്ലോ, അത് ഏതാണ്? അത് ഷോർട്ട് പുട്ട് ആണ്. ഷോർട്ട് പുട്ട് പൊക്കി എറിയാൻ പോലെ അവര് പറയുന്ന ദൂരമുണ്ട്, അതിന്റെ അപ്പുറത്ത് ചെല്ലാൻ വേണം. ഒരു മീറ്ററില് അവര് ഒരു റൗണ്ട് വരണം. 1 മീറ്റർ ഡയാമീറ്ററിൽ അവരൊരു റൗണ്ട് വരണം. ആ റൗണ്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അറിയാൻ. ആ റൗണ്ടിന്റെ പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് ഫൗളായി. അപ്പൊ ആ റൗണ്ട് പറയും. പറയൂ ഭക്തപ്രിയ. പറഞ്ഞു കേൾക്കണുണ്ട്, പറയും. ആ റൗണ്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അറിയാൻ. അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് അവര് പറയുന്ന ആ മീറ്ററിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാല് നമുക്ക് ഇത് കിട്ടും. അത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. തൊട്ടടുത്ത് ഏത് സ്കൂളാണ്? തൊട്ടടുത്ത് ഇൻഫന്റ് ജീസസ് കോൺവെന്റ് സ്കൂൾ. ഹൈസ്കൂളൊക്കെ ഏതാ? ഹൈസ്കൂളായിട്ട് സാന്റാക്രൂസ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ PT ടീച്ചറെയോ സാറിനെയോ കാണുക, കണ്ടിട്ട് കാര്യം പറയാ. അപ്പൊ ടീച്ചർ പറയും വിദ്യാസമയത്ത് പോകാൻ ഞാൻ പ്രാക്ടീസ് തരാന്ന് പറയും. അല്ലെങ്കിൽ ടീച്ചർ വേറെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കേണ്ട കൂട്ടത്തിൽ ഭക്തപ്രിയനെ കൂടി പെടും. ഞാനേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പറവൂരുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഇതുണ്ടല്ലോ, ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, പഴയ ഫയർഫോഴ്സ്, അതിന്റെ മുന്നിലൂടെ വരുമായിരുന്നു ഞാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെ വരുമ്പോഴും അതിന്റെ മുന്നിലൂടെ വന്നത്. അപ്പൊ വൈകുന്നേരങ്ങളിൽ വരുമ്പോ ആ ഫയർഫോഴ്സിന്റെ ഓഫീസിന്റെ അകത്ത് വളരെ നീളത്തില് ഒരു ടാങ്ക് ഇട്ടിട്ടുണ്ട്. വളരെ നീളത്തിൽ പറഞ്ഞാല് 19 മീറ്റർ നീളത്തിലാണ്. എന്നിട്ട് അവര് 4-5 പേരെ ഒരുമിച്ച് നിർത്തിയിട്ട് വെള്ളം അടിച്ചിട്ടടിക്കും. ചടിച്ചിട്ട് അവരങ്ങോട്ട് നീന്തി അങ്ങോട്ട് പകുതി ആകുമ്പോഴേക്കും അടുത്ത 5 പേര്, അത് അവര് കുറച്ചുകൂടി നമുക്ക് അടുത്ത് അങ്ങനെ നീന്തല് പരിശീലനം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്, സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അവര് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോ എന്ന് പറഞ്ഞതുപോലെ അവിടെ എവിടെയെങ്കിലും പ്രാക്ടീസ് കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി ഫിസിക്കലി ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഓടുക, അപ്പൊ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈ പോലീസ് ടെസ്റ്റിന്റെ സമയത്ത് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ പറ്റുന്നുണ്ടെങ്കിൽ
അപ്പൊ നമുക്ക് പെർഫോമൻസ് എന്ന് വിചാരിച്ച പോലെ കറക്റ്റ് ആക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതൊരു ഇതായിട്ട് കൊടുത്താൽ ഒരു റിക്വസ്റ്റ് പോലെ കൊടുത്താൽ നമുക്ക് ലാസ്റ്റ് ദിവസത്തേക്ക് ഒരു മാറ്റി കാരണം പെൺകുട്ടികളായതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം പറഞ്ഞവര് പറ്റും ജനുവിൻ ആവശ്യം. അപ്പൊ അതും കുഴപ്പമില്ല. നമുക്ക് എന്റെ അനിയന് പോലീസ് ഹൈറ്റിന്റെ കാര്യമൊക്കെ വേണ്ടേ? ഹൈറ്റ് വേണം. ഹൈറ്റിന്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെസ്റ്റിന്റെ അകത്ത് പിന്നെ ചെയ്യാം, പക്ഷെ ഹൈറ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഹൈറ്റ് 160 ആണ് ഗേൾസിന് വേണ്ടത്. അത് 160. ഇപ്പൊ എത്രയുണ്ട് നോക്കിയിട്ടില്ല. എന്നോട് എല്ലാരും പറയണത് ഒരു 154 അത്രയൊക്കെ ഉണ്ടാവും. 154 അത്ര ഉണ്ടാവും പറയണം. അതെ, ഞാൻ യൂട്യൂബ് അടിച്ചു കഴിഞ്ഞാല് ദ എക്സസൈസ് ഫോർ മേക്കിംഗ് ഹൈറ്റ് ഒക്കെ പറഞ്ഞ കഴിഞ്ഞാല് അതിന്റെ എന്ത് എക്സസൈസ് ആണ് ചെയ്യേണ്ടത് എനിക്ക് കാണിച്ചില്ല. അത് ചെയ്ത് കഴിഞ്ഞാല് 3-4 സെന്റിമീറ്റർ ഒക്കെ കൂടും. വലിയ പ്രായം പ്രശ്നമല്ലല്ലോ, വെയിറ്റ് ഒന്നും പ്രശ്നമല്ലല്ലോ. വെയിറ്റ് നമുക്ക് പറഞ്ഞു നിൽക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് വെയിറ്റ് കുറഞ്ഞത് പറഞ്ഞു നിൽക്കാം. കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു, അതുകൊണ്ട് പൊക്കം കുറഞ്ഞത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ കാരണം ഈ SC ST ആൾക്കാർക്കൊക്കെ 155 മതിയെന്ന്. അത് അവരുടെ ഭാഗ്യം. അവർക്ക് ഭയങ്കര ഇളവുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇംഗ്ലീഷിൽ വല്ലത് താഴെ എവിടേക്ക് കിടന്നു കഴിഞ്ഞാലും ഒന്ന് ജോലിയും കിട്ടും. അതും അവർക്ക് ഒരു ഭാഗ്യമാണ്, അത് കാര്യമില്ല. എന്നിട്ട് ഈ നമ്മൾ ഈ ഡിഗ്രി പാസ്സായതിനു ശേഷം എന്താ ചെയ്യേണ്ടത്? ശേഷം എന്താ ചെയ്യേണ്ടത്? PSC എഴുതണോ? അല്ല, ഈ ഡിഗ്രി പാസ്സായതിനു ശേഷം നമ്മൾ എന്താ ചെയ്യണ്ട? അല്ല, ഡിഗ്രി പാസ്സായതിനു ശേഷം എഴുതുന്നതിനേക്കാൾ നല്ലത് ഞാനൊരു കാര്യം പറയാം, അടുത്ത പരീക്ഷ എഴുതാം. അത് കിട്ടും. കാരണം എല്ലാവരും PSC ലാസ്റ്റ് പരീക്ഷ. അപ്പൊ അത് കിട്ടുമെന്ന് പറയാൻ കാരണം എന്താ പറയാ, ഡിഗ്രി പാസ്സായവർക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ മിക്കവരും നന്നായിട്ട് PSC കോച്ചിങ് ക്ലാസ്സിൽ പോയി പഠിക്കുന്നവരൊക്കെ ഡിഗ്രി പാസ്സായവരായി. അപ്പോൾ അവർക്കത് എഴുതാൻ പറ്റില്ല. അപ്പൊ ഭക്തപ്രിയയുടെ കയ്യിൽ ഇപ്പൊ ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് ഭക്തപ്രിയക്ക് അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാല് ഭക്തപ്രിയൊക്കെ ഏറ്റവും കൂടുതൽ വരും. അപ്പൊ വരുമാനം ഇല്ലേ, പിന്നെ അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കാം. പിന്നെ നമുക്ക് വീണ്ടും ശ്രമിക്കാം. നമുക്ക് നല്ല ജോലി ഇടുമ്പോൾ വേണ്ടെന്ന് വെച്ചാൽ പോയാൽ പോലെ. പിന്നെ നമുക്ക് വേറെ ടെക്നിക്ക് കൂടി. അപ്പൊ ഇങ്ങനെ നമുക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണോ എനിക്ക് അറിയാൻ പാടില്ല, എന്നാലും ഞാൻ കൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് വീണ്ടും അടുത്ത പരീക്ഷ, അതായത് ലാസ്റ്റ് ഗേഡിന്റെ അല്ല, LD ക്ലർക്കിന്റെ പരീക്ഷ വരുമ്പോൾ അതിനകത്ത് ബൈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു വിഭാഗം. ബൈ ട്രാൻസ്ഫർ അതിന്റെ അകത്തും കൂടി പരീക്ഷ എഴുതാം. LD ക്ലർക്കിന്റെ നേരിട്ട് നമ്മൾ പരീക്ഷ എഴുതണം, അതിന്റെ അകത്ത് പരീക്ഷ എഴുതണം. ബൈ ട്രാൻസ്ഫറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തം മാർക്കില് 100 മാർക്കിലെ ചോദ്യമാണെങ്കിൽ 40 മാർക്ക് കിട്ടിയാൽ ജയിച്ചു. ബൈ ട്രാൻസ്ഫർ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസുകളിൽ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റും, അല്ലാത്തവർക്ക് എഴുതാൻ പറ്റില്ല. അപ്പോ അങ്ങനെ നമ്മൾ ബൈ ട്രാൻസ്ഫർ ആയിട്ട് പരീക്ഷ 40 മാർക്ക് നമുക്ക് കിട്ടിയാൽ നമ്മൾ ജയിച്ചു. അപ്പൊ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വരും. ആ റാങ്ക് ലിസ്റ്റ് ഒരിക്കലും അവസാനിക്കൂല. ബാക്കിയുള്ള റാങ്ക് ലിസ്റ്റിന് 3 വർഷം 2 വർഷം കാലാവധി. ഇതിന് കാലാവധി ഇല്ല. ഇന്നത്തെ പ്രാവശ്യം പരീക്ഷ നടത്തി ജയിക്കുമ്പോൾ ആൾക്കാർ അതിന്റെ അടിയിൽ വരും. അതിങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കും. അത് ഏറ്റവും മുകളിൽ നിന്ന് ഓരോ വർഷവും 5% വെച്ച് പുതിയ ഉയർന്ന തസ്തികയോട്ട് നിയമനം കൊടുക്കും. അപ്പൊ ഭക്തപ്രിയയുടെ ടേം എന്ന സമയത്ത് ഭക്തപ്രിയക്കും ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യും.
ആ സാധ്യതകളുണ്ട്. ഈ പോലീസിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതവിടെ ഇരിക്കട്ടെ. ഈ പോലീസ് ആയതുകൊണ്ട് ഇതൊന്നും പാസ്സാവാൻ നോക്കി, ലാസ്റ്റ് ഇയർ പരീക്ഷ പാസ്സാവാൻ. അതെങ്ങനെ വന്ന ഓരോ ജില്ലകളിലും ഒരു 300-200 പേരെയൊക്കെ ജോലിക്ക് എടുക്കും. അപ്പോ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും പരിശീലിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എന്റെ അഭിപ്രായം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം, സാറേ ജോലി കിട്ടി ഇന്റെ ഡിപ്പാർട്ട്മെന്റിലാണെന്ന് പറയുന്നത്. ഉറപ്പായിട്ട് അറിയിക്കും. യെസ്, എങ്ങനെ അറിയിക്കും? ശരിയാണ്, സാറിന്റെ നമ്പർ പോലും ഇല്ല. അല്ല ഇനി സ്മാർട്ട് 3 വന്നാ മതിയല്ലേ? അവിടെ വന്ന് അറിയിക്കും. അത് നമുക്ക് റെഡിയാക്കാം, പ്രശ്നമില്ല. എന്തെങ്കിലും ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ഒരു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ, അതൊക്കെ അറിയാവുന്നതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. ഇതാണ് ഏറ്റവും വലിയ കേസ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സമയം നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ടൈം കിട്ടും. അപ്പൊ 24 hours വർക്ക് ചെയ്യണമെന്നല്ലേ സാറ് പറഞ്ഞത് പോലീസുകാർക്ക്? അത് നിയമമാണ്. ആ 24 hours വർക്ക് ചെയ്യാനുള്ള നിയമമാണ്. പക്ഷെ 24 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാല് അടുത്ത 24 hours അവരെന്ത് കൊടുക്കണം? റെസ്റ്റ് കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതിന്റെ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്തോളാൻ പറയും. റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ റെസ്റ്റ് എടുക്കും. യെസ്. പിന്നെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇലക്ഷനോ വല്ല പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ പാടില്ല. അപ്പൊ ഫുൾ ടൈം ഡ്യൂട്ടിയാണ്. ഫീമെയിൽ ആയിട്ടുള്ളവർക്കും ഫുൾ ടൈം ഡ്യൂട്ടി ആയിരിക്കും. ഡ്യൂട്ടിയൊക്കെ തരും. പിന്നെ ഡ്യൂട്ടി എല്ലാം ഉണ്ടാവും. സഹപ്രവർത്തകര് നമ്മളോട് വലിയ സ്നേഹമൊക്കെ ആണെങ്കിൽ ചിലപ്പോ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരും. 2 പേരുണ്ടാവും ഡ്യൂട്ടിക്ക് വരുന്നത്, ഫീമെയിൽ. അപ്പൊ ചിലപ്പോ ഒരാൾ ഉറങ്ങും, ഒരാൾ ഡ്യൂട്ടിയിലിരിക്കും. അത് കുറച്ച് കഴിയുമ്പോ നേരത്തെ ഉറങ്ങിയാൽ ഡ്യൂട്ടിയിലോട്ട് വരും, നേരത്തെ ഡ്യൂട്ടിയിലാണ് പോയിട്ടുണ്ടാവും. യെസ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പരസ്പര വിട്ടുവീഴ്ചയിലൊക്കെ ചെയ്യും. കാരണം നൈറ്റ് ഡ്യൂട്ടി സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പറയാൻ രാത്രി ഇപ്പൊ ഒരു ചെറിയൊരു കേസ് കിട്ടുണ്ടായി, ഒരു വനിതയെ പിടിച്ചിട്ടുണ്ടല്ല. അപ്പോ വനിതാ പോലീസോട് ആ സമയത്ത് SI ഭക്തപ്രിയ അവിടെ വീട്ടിൽ കിടന്നുറങ്ങാതെ പറയാൻ പറ്റും? കോൺസ്റ്റബിൾ പോയാൽ പോരാ? എന്തോ കോൺസ്റ്റബിൾസിന് പോയാൽ പോരെ? അത് പറ്റൂല. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് അവിടെ ചെല്ലേണ്ടി വരും. അതായത് ഈ നമ്മളിപ്പോ വാഹനങ്ങൾ പരിശോധിക്കാനായിട്ട് SI റാങ്കിൽ കുറഞ്ഞ ആർക്കും അധികാരമില്ല. അപ്പൊ പോലീസുകാരൻ കൈകാണിച്ചാൽ നല്ല നിയമം അറിയാവുന്നവരാണ് അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ അധികാരം എന്റെ വണ്ടി പരിശോധിക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് ആ പ്രശ്നം. നിയമപരമായിട്ട് അധികാരം കൊടുത്തേക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. SIക്ക് അതിനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയണത്. അല്ല, SIക്ക് അങ്ങനെയുള്ള അധികാരങ്ങൾ ഉണ്ടെന്നാണ് പറയണത്. പിന്നെ SIക്ക് ഉണ്ട്. അത് ഇപ്പൊ നമുക്ക് കൊലപാതകമാണെങ്കിൽ SIക്ക് അന്വേഷിക്കാൻ പറ്റൂല, CA അന്വേഷിക്കണം. അതുപോലെ തന്നെ കൊലപാതകത്തിൽ പെട്ടിരിക്കുന്നത് ഒരു ആദിവാസി യുവതിയാണെങ്കിൽ CAക്ക് അന്വേഷിക്കാൻ പറ്റൂല, DYSP അന്വേഷിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റേഞ്ച് കൊടുത്തിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരം വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കോടതി ചിലപ്പോൾ അവർ നോക്കും ഈ കേസ് അന്വേഷിക്കാനായിട്ട് അധികാരപ്പെട്ട ആളാരാണ്, ഇന്നാണ്, അയാൾ തന്നെയാണ് അന്വേഷിച്ചത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കേസുണ്ട്. ഞാൻ ചെയ്യാന്ന് വിചാരിക്കും, ഭക്തപ്രിയ അവിടുത്തെ കോൺസ്റ്റബിൾ ആണെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം ചോദിച്ചാൽ ഭക്തപ്രിയോട് പറയും, ഭക്തപ്രിയ അവിടെ പോയി നോക്കിയിട്ട് എന്താണ് സംഭവം. അപ്പൊ ഭക്തപ്രിയ എന്നുള്ള എന്റെ വിശ്വാസം കൊണ്ട് ഞാൻ പറയും. അപ്പൊ ഭക്തപ്രിയ അവിടെ പോയി നോക്കിയിട്ട് നല്ലോണം കാര്യങ്ങളൊക്കെ പറയുമ്പോ ഞാൻ അവിടെ പോയതായിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യണം. മുകളിലേക്ക് പോയതാരായിരിക്കും? ഭക്തപ്രിയ ആയിരിക്കും. പക്ഷെ ഞാൻ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യും. യെസ്, ഉത്തരവാദിത്വം ഇരിക്കണം. യെസ്. അപ്പൊ നമ്മൾ അങ്ങനെ അയക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസ്തരായ ആളുകൾ പറഞ്ഞു വിടുള്ളൂ.
കാരണം അവര് വന്ന് നമ്മളോട് വില നുണ പറഞ്ഞ് നമ്മളാ നുണയിലെ മുകളിലേക്ക് പറയണേ. പിന്നീട് അത് നുണ നമുക്ക് നടക്കേണ്ടല്ലേ. അതുകൊണ്ട് ഇടുവെന്നുണ്ടെങ്കിൽ നമുക്ക് മനസാക്ഷി സൂക്ഷിപ്പുകാരെ കുഴപ്പമില്ലാണ്ടാവില്ലേ. അല്ലാതെ ഒരു ഇടൂല. സാർ നമുക്ക് ഈ സെൻട്രൽ ജയിലില് അവിടെയൊക്കെ പോകാൻ പറ്റുമോ? എവിടെ? സെൻട്രൽ ജയിലിലേക്കാ? സെൻട്രൽ ജയിലിലാ? ജയിലില് എന്തായിട്ട്? അങ്ങനെയല്ല, വെറുതെ നമുക്ക് കേറാനൊക്കെ പറ്റുമോ? അത് പിന്നെ കയറാൻ പറ്റും. യൂണിഫോം ഇട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർക്കാർ ജീവനക്കാരെ ഈ ഭയങ്കര പവറല്ല. നമ്മൾ അവിടെ ചെന്ന് ഞാനൊക്കെ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സല്യൂട്ട് അടിച്ചിട്ട് നിങ്ങളെ അകത്തേക്ക് പരവതാനി പിടിച്ചു കൊണ്ടുപോകില്ലേ. പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ഉണ്ടാവില്ല കേട്ടാ. ഒക്കെ സർവീസിലേക്ക് ചെയ്തോളൂ. അല്ല, ഈ കോടതിയിലൊക്കെ കയറാൻ പറ്റില്ല നമുക്കല്ലേ? കോടതിയിലൊക്കെ കോടതിയിൽ നമ്മൾ വെറുതെ കയറുന്നതല്ല, നമ്മൾ എടുത്ത കേസാണ്. ആ കേസ് ഇപ്പോ ഭക്തപ്രിയ ഒരു സാധാരണ കോൺസ്റ്റബിൾ ആണെന്ന് വിചാരിക്കും. ഭക്തപ്രിയ പോകുമ്പോൾ ഒരു കേസ് കണ്ടു, അതായത് നിയമപരമായ ഒരു ലംഘനം കണ്ടു, അല്ലെങ്കിൽ എന്തൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ഭക്തപ്രിയ അത് FIR ഇടാണ്. FIR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ആദ്യം കണ്ടപ്പോൾ ചെയ്ത കാര്യം അത് ഇവിടെ വന്ന് SI-നോട് പറയുമ്പോൾ SI-യും പാർട്ടിയും വേണ്ടി വിശദമായിട്ട് അന്വേഷിക്കും. അപ്പൊ ഇങ്ങനെ കേസ് നടക്കുമ്പോൾ തന്നെ ഫോം 1 എന്ന് പറയും ഫോം. അത് ഏത് കോടതിയിലാണോ ആ കോടതിയിൽ കൊണ്ട് ഫോം കൊടുക്കും. ഫോം 1 കൊടുക്കും, ഒരു ഫോമാണ്. അതിന്റെ അർത്ഥം ഒരു കേസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ആ കേസ് ഞങ്ങൾ കോടതിയിൽ ബുക്ക് ചെയ്യുന്നതാണ് എന്റെ അർത്ഥം. യെസ്. അത് 2 വർഷം 3 വർഷത്തിന് നമുക്ക് അന്വേഷിക്കാൻ സമയം കിട്ടും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അത് പിറ്റേ ദിവസം കൊടുക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, നമുക്ക് കറക്റ്റ് നമുക്ക് ഒരാളെ കറക്റ്റായിട്ട് നമുക്കറിയാം അയാളാണ് ആ കേസ് കുറ്റകൃത്യം ചെയ്ത് നമുക്കറിയാം. അപ്പൊ അയാളെ നമുക്ക് പിടിക്കണം. അപ്പൊ അയാൾക്ക് പിടിക്കാൻ വേണ്ടി വേണം നേരത്തെ അതേ കേസ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ കോടതിയിൽ, അവിടെ ചെന്നിട്ട് ഒരു അറസ്റ്റ് വാറണ്ട് പിടിക്കും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അറസ്റ്റ്. അപ്പൊ കോടതി നമുക്ക് അറസ്റ്റ് വാറണ്ട് തരും, ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ലീഗലായിട്ടുള്ള സംഗതി. അതും വെച്ചുകൊണ്ട് നമുക്ക് പോയി ഇയാളെ പിടിച്ചിട്ട് വരാം. ഇനി ഇയാളെ ഇതില്ലാതെയും പിടിച്ചിട്ട് വരാൻ അപ്പൊ ചിലപ്പോ കയ്യാങ്കളിയോ. അപ്പൊ അവൻ ചോദിക്കുക എന്നെ എന്തിനാ കൊണ്ടുപോകുന്നത്, വാറണ്ട് എണ്ണ മറ്റൊക്കെ ചോദിക്കും. മറ്റത് നമുക്ക് എന്ത് കൊണ്ടുപോകും, വാറണ്ടോട് കൂടി കൊണ്ടുപോകും. അങ്ങനെയാണ് പ്രത്യേകത. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അന്വേഷണമൊക്കെ പൂർത്തിയാക്കി കഴിയുമ്പോൾ കോടതിയുടെ മുമ്പിൽ നേരത്തെ കൊടുത്ത ഫോം 1 ആണ്, ഈ കൊടുക്കുന്ന ഫോം 2 അന്വേഷണം പൂർത്തിയായി, ഇത്ര പേര് പ്രതികളുണ്ട്, ഓരോരുത്തരും ചെയ്ത കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാനത്തിൽ 1-ാം പ്രതി 2-ാം പ്രതി 3-ാം പ്രതി തിരിച്ചു, ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഒരു സമ്മറി കൊടുത്തു, ലഭ്യമായ തെളിവുകളൊക്കെ കൂടി കോടതി കൊടുക്കുന്നു. അപ്പൊ കോടതിക്ക് എന്ത് ചെയ്യാൻ വിചാരണ തുടങ്ങി. അപ്പൊ വിചാരണ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുന്നത് ഗവൺമെന്റ് വക്കീലായ പബ്ലിക് പ്രോസിക്യൂട്ടറും, പ്രതികൾക്ക് വേണ്ടിയിട്ട് അവർ കാശ് കൊടുത്ത് നടത്തുന്ന പട്ടികയിൽ വാദിക്കും. ആ വിചാരണ ഘട്ടത്തിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാല് പ്രതി ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ പ്രതി രക്ഷപ്പെടും. അതാണ് അതിന്റെ രീതി. ആരെങ്കിലും സ്വന്തക്കാരൊക്കെ ഇതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ അങ്ങനെയൊക്കെ ഉണ്ടോ, കേസിലോ? സ്വന്തക്കാരില്ല. സ്വന്തക്കാരില്ല. ഇല്ലെങ്കിൽ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചറിയാൻ പറ്റും. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അല്ല, നമ്മൾ ഈ ട്രെയിനിങ്ങിനൊക്കെ പോകേണ്ടത് പുറത്തോട്ട് ട്രെയിനിങ്ങിന് പോകണം, പുറത്തോട്ടായിരിക്കും ട്രെയിനിങ്. അതായത് മലപ്പുറത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂരൊക്കെ പോലീസിന്റെ അക്കാദമികളുണ്ട്. അപ്പൊ ഈ ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോസ്റ്റിംഗ് കിട്ടും. ചില ജോലികൾക്ക് ജോലിക്ക് അധികം കയറണം, എന്നിട്ട് പുറകിലൂടെ ട്രെയിനിങ്ങിന് പോയാൽ മതി. കുഴപ്പമില്ല, 40 ട്രെയിനിങ് പൂർത്തിയാക്കാൻ മതി. പക്ഷെ ഈ ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ട്രെയിനിങ് ആണ്. അപ്പൊ ഏതാണ്ട് ഒരു 52 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ടാവും.
52 ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്ട് ഒരു പ്രശ്നം വരും. ഞായറാഴ്ച ദിവസം ട്രെയിനിങ് ഉണ്ടാവില്ല, അവധി ദിവസം ഉണ്ടാവില്ല, അല്ലാത്ത ദിവസം ഉണ്ടാക്കി വരും. അപ്പൊ അതിനൊരു 3 ഷെഡ്യൂളായിട്ട് അവർ തിരിക്കും. ആദ്യത്തെ ഒരു 4 മാസം, പിന്നത്തെ ഒരു 4 മാസം, പിന്നത്തെ 4 മാസം. ആദ്യത്തെ 4 മാസം വരെ കട്ടി ട്രെയിനിങ് ആയിരിക്കും. ഓട്ടവും ചാട്ടവും പീറ്റിയും അതും ഇതും ഒക്കെ ആയിട്ട് ഭയങ്കരമായിരിക്കും. പിന്നെ ആ 4 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ 5 ദിവസം നമുക്കൊരു ലീവ് വരും കിട്ടിപ്പോകാൻ. അത് കഴിഞ്ഞ് വന്നിട്ട് രണ്ടാമത്തെ സെഷൻ ആരംഭിക്കും. അപ്പൊ ചിലപ്പോ ആദ്യത്തെ അത്രയും കടുകട്ടി ഉണ്ടാവില്ല, കുറച്ച് ക്ലാസ്സുകളും അതും ഇതും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. പിന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതും ക്ലാസ്സുകളും വീട്ടിൽ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, അത് കുറച്ച് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ ട്രെയിനിങ് നമ്മളോട് കമ്പനിയാവും. കാരണം പിന്നെ നമ്മ അവരുടെ ഒപ്പമായില്ലേ 3 മാസം 4 മാസം കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെ അവരുടെ സൗഹൃദത്തില് അങ്ങനെയാണ് ജീവിച്ചു പോകും. മൊത്തത്തിൽ ഈ ഡിഗ്രി ഉൾപ്പെടെ എത്ര വർഷം എടുക്കും പഠിച്ച് പാസ്സാവാൻ? ഡിഗ്രി പാസ്സാവാൻ 3 വർഷം വേണം. പിന്നെ ഈ പോലീസിന്റെ ഒരു ട്രെയിനിങ് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞ്, അതായത് എപ്പോഴാണ് പോലീസിലേക്ക് ആളുകൾ എടുക്കുന്നത് അപ്പോഴേ അത് അയക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഡിഗ്രി പാസ്സായി നമുക്ക് അയക്കാൻ പറ്റില്ല. പോലീസിലേക്ക് എത്തുമ്പോഴേ നമുക്കത് അയക്കാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മളിപ്പോ എങ്ങനെ അറിയും? അത് നമ്മൾ തൊഴിൽ വാർത്തയോ പേപ്പറോ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ വേറൊരു പരിപാടിയുണ്ട്, അക്ഷയ വഴി PSCയിൽ രജിസ്റ്റർ ചെയ്യണം ഭക്തപ്രിയ. എന്നിട്ട് ഇടക്കിടക്ക് ഭക്തപ്രിയ ഒരു നമ്പർ ഇടും, ആ നമ്പർ അടിച്ച് കയറി നോക്കണം. എല്ലാ ആഴ്ചയിലും എല്ലാ മാസവും കയറി നോക്കുമ്പോ ഭക്തപ്രിയക്ക് അയക്കാം. അപ്പൊ നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവും. ആ ക്വാളിഫിക്കേഷനിലുള്ള ജോലികൾ വരുമ്പോൾ അതിനകത്ത് മെസ്സേജ് കൊണ്ട് കിട്ടും. അപ്പൊ ആ മെസ്സേജ് എടുത്തിട്ട് അയക്കാം. ഞാൻ ഇന്നാൾ പറഞ്ഞാണ് പോയി രജിസ്റ്റർ ചെയ്യാൻ, രജിസ്റ്റർ ചെയ്താ? രജിസ്റ്റർ ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. സമയം കിട്ടും ഇപ്പൊ തന്നെ ചെയ്യുന്നേ. എന്റെ കൊച്ചി നമ്മള് വൈകില്ലേ, അതൊക്കെ ചില കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും, ചില കാര്യങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അത്യാവശ്യമുള്ള കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നത് പെട്ടെന്ന് ചെയ്തത്. ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ ഇങ്ങോട്ടെ കുഴപ്പമില്ല, നമുക്ക് കുറെ കൂടെ വരാൻ കഴിയും. അപ്പൊ ഇന്നലെ പോയി രജിസ്റ്റർ ചെയ്തോളൂ. ഇന്നലെ പോണം. SLC ബുക്ക് കൊണ്ടുപോവാ. +2 കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞു. അപ്പൊ അത് കൊണ്ടുപോവാ, SLC ബുക്ക്, +2, പിന്നെ തിരിച്ചെടുക്കാറിന്റെ കോപ്പി, ഒരു മൊബൈല്. മതിയാവും. മതിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓർഡറുടെ ഹൈറ്റ് നോക്കിക്കോ. ഭിത്തിയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാം. എന്നിട്ട് നമ്മുടെ നേരെ ഇങ്ങനെ ഒരു പെൻസിലോ ഒരു സ്കെയിലോ ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് ആ ഭിത്തിയിലൊന്ന് അടയാളപ്പെടുന്നുണ്ട്, അവിടെ തുടങ്ങിയിട്ട് ടേപ്പ് വെച്ച് താഴേക്ക് പിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ സാർ 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയല്ലേ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അല്ല, പോലീസിലേക്കാണ്. പോലീസിലേക്ക് നമ്മൾ ആളെടുക്കുന്നതിനൊക്കെ ഒരു പ്രായപരിധി ഉണ്ട്. ആ പ്രായപരിധി വിട്ടുപോകാൻ പറ്റില്ല. നേരെ മറിച്ച് എല്ലാത്തിനും പ്രായപരിധി ഉണ്ട്. LD-ക്കാർക്കൊക്കെ 36 വയസ്സ് വരെ ഉണ്ട്.
പിന്നെ നമുക്ക് OBC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഒരു 3 വർഷം കൂടി ചിലപ്പോൾ ഇളവും. അപ്പൊ 36 OBCക്ക് 3 വർഷം കിട്ടും. ഷെഡ്യൂൾഡ് കാസ്റ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ 5 വർഷം കിട്ടും. OBC 3 ഉണ്ട്. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. അപ്പൊ പിന്നെ 3 വർഷം അതിന്റെ കൺസെഷൻ കിട്ടും. പിന്നെ 33 വയസ്സ് വരെ 36. 36 പിന്നെ ഒരു 3 39 വയസ്സ് വരെ. പോലീസിലോട്ടാ? മറ്റു ജോലികൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലർക്കിന്റെ പോസ്റ്റ് ഒക്കെ ഇല്ലേ, അത്. നമ്മൾ തമ്മില് ഇതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ജോലിക്ക് പോകണം എന്നുള്ള ഭയങ്കര താല്പര്യമൊക്കെ വരും. പക്ഷെ പത്തുപ്രിയ നിങ്ങളുടെ ഇറങ്ങണില്ല. ജിമ്മിലൊക്കെ പോണം. ഇനി ഇറങ്ങണം, ഇനി ജിമ്മിലൊക്കെ പോണം. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട്